പെയ്തു തീരാത്ത നോവിൻ്റെ കടലാണിപ്പോൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിനു മുൻപിൽ. കൂടെ ഉറങ്ങിയ കൂടപ്പിറപ്പുകളെ തിരിച്ചറിയാനാവാത്ത നിസ്സഹായാവസ്ഥയുടെ മരവിപ്പ് ഓരോ മനുഷ്യരിലും തളം കെട്ടി നിൽക്കുന്നു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഉറ്റവർക്കായി ഉള്ളുലഞ്ഞ് കാത്തിരിക്കുന്നത് ഇവിടെയാണ്. കരളലിയിക്കുന്ന മരവിപ്പാണ് ഇവിടെയെങ്ങും. ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായ മനുഷ്യർ ഉറ്റവരെ കാത്ത് മോർച്ചറിക്ക് മുൻപിൽ നിൽക്കുന്ന നിസ്സഹായാവസ്ഥയുടെ മൗനത്തിന് കടൽപ്പരപ്പിനേക്കാൾ ആഴമുണ്ട്. ഇന്നലെ ആദ്യമെത്തിയത് 8 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ നിലച്ച ശരീരം. എന്നാൽ അത് തിരിച്ചറിയാൻ ആർക്കുമായില്ല. പിന്നീട് ആരുടെയോ ഒരു ആമാശയ ഭാഗമാണ് എത്തിയത്. ദുരന്തബാധിത പ്രദേശങ്ങളിലെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടുന്നവയും ശരീരഭാഗങ്ങളും മേപ്പാടി MSA ഓഡിറ്റോറിയത്തിലേക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായി മുഴുവൻ ശരീരഭാഗങ്ങളും കിട്ടുന്നത് അപൂർവമാണ്. ചാലിയാറിൽ നിന്ന് ലഭിച്ച മൃതശരീരങ്ങൾ നിലമ്പൂരിൽ നിന്ന് മുഴുവൻ നടപടികളും പൂർത്തീകരിച്ചാണ് മേപ്പാടിയിലേക്ക് കൊണ്ടുവരുന്നത്. പലതും തിരിച്ചറിയാൻ പോലും കഴിയാതെയാണ് എത്തുന്നത്. ഓരോന്നെത്തുമ്പോഴും പ്രിയപ്പെട്ടവരാവുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണെങ്കിൽ അടയാളങ്ങൾ പറയും. അത് കൃത്യമായി അറിയാവുന്നവർക്ക് മൃതദേഹം കാണിച്ചു കൊടുക്കും. ഊണും ഉറക്കവുമില്ലാതെ നൂറുകണക്കിന് മനുഷ്യരാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും MSA ഓഡിറ്റോറിയത്തിലും ഉറ്റവരുടെ മൃതദേഹമെങ്കിലും കിട്ടുമെന്ന വേദനയിൽ കാത്തുനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.